അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്, പ്രത്യേകിച്ച് ബലിപെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു നല്ല ബലിപെരുന്നാൾ സുദിനം ആശംസിക്കുകയാണ്. ഇന്നത്തെ ബലിപെരുന്നാൾ ദിനത്തിലെ എപ്പിസോഡിൽ, പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ ഇന്നലെ നമ്മളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട 3 കൂട്ടുകാർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഫാരിഖ് അല്ലേ, ഫാരിഖ് അബ്ദുള്ള നമ്മളുടെ കൂടെയുണ്ട്, ജന്ന മറിയമുണ്ട്, ഫാത്തിമ നൂറയുണ്ട്. ഓക്കെ, 3 പേരും ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിലും നമ്മളോടൊപ്പം കൂടെയുണ്ട്. അപ്പോൾ ബലിപെരുന്നാൾ എല്ലാവരും ആഘോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? ഈ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും. അൽഹംദുലില്ലാ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികൾക്ക് 2 ആഘോഷമാണുള്ളത് അല്ലേ? മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങൾ. അതിലൊന്നാണ് ഈദുൽ ഫിത്തർ, രണ്ടാമത്തേത് ഇന്നത്തേത് ഈദുൽ അദ്ഹ. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ബലി പെരുന്നാൾ സുദിനത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഉഷാറാക്കണ്ടേ അല്ലേ? നന്നായി സന്തോഷിക്കേണ്ട ദിവസമാണ്. എല്ലായിടത്തേക്കും പോകണം, ഭക്ഷണം കഴിക്കണം, യാത്ര ചെയ്യണം, അങ്ങനെ എന്തൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിക്കേണ്ട, ഉഷാറാക്കേണ്ട ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പള്ളിയിൽ ഈദ്ഗാഹിലൊക്കെ പോയോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഈദ് നമസ്കാരമൊക്കെ നിർവഹിച്ചില്ലേ? പെരുന്നാൾ നമസ്കാരം അല്ലേ? സാധാരണ പോലെ ആയോ? അതോ 7 തെക്ബീർ മറന്നിട്ടില്ലല്ലോ? 5 തെക്ബീറൊക്കെ ചൊല്ലിയില്ലേ? അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലേ? പിന്നെ തെക്ബീറുകൾ ചൊല്ലിയോ? തെക്ബീറുകൾ നിസ്കാരത്തിന്റെ മുമ്പൊക്കെ തെക്ബീറുകൾ ഇങ്ങനെ ഒരുപാട് ചൊല്ലൂലേ? ഒരു തെക്ബീർ ചൊല്ലിയിട്ട് തുടങ്ങിയാലോ നമുക്ക്? എല്ലാവരും ഒരു തെക്ബീർ ഉഷാറായിട്ട് വിളിക്കേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാ, ഈ തെക്ബീറുകൾ നമ്മൾ ഇനിയും ഇങ്ങനെ ആവർത്തിച്ചു അല്ലേ? സാധാരണ ചെറിയ പെരുന്നാളൊക്കെ ആണെങ്കിൽ പിന്നെ അതിന് അവസരമില്ല. പക്ഷെ ബലിപെരുന്നാളാകുമ്പോൾ ഇനി 3 ദിവസം കൂടി, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ കൂടി നമുക്ക് എന്ത് ചൊല്ലാം? തെക്ബീർ ചൊല്ലാം ബലിപെരുന്നാളാകുമ്പോൾ അല്ലേ? അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തെക്ബീറുകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക. ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമല്ലേ? അള്ളാഹുവിങ്കിൽ ഭയങ്കര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ദിക്റുകൾ ചൊല്ലുക. അൽഹംദുലില്ലാ ഉണ്ട്, അള്ളാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, എല്ലാം കൂടിയതാണ് ഈ തെക്ബീർ അല്ലേ? അപ്പോൾ ഈ തെക്ബീർ ആ നിലക്ക് ഉഷാറായിട്ട് പരമാവധി സമയം തെക്ബീർ ചൊല്ലുക. യാത്രക്ക് പോകുമ്പോൾ തെക്ബീർ ചൊല്ലിക്കൂടെ? ഒക്കെ ചൊല്ലാം. ശരി, അങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ പരമാവധി തെക്ബീർ ചൊല്ലാം. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരുടെ ചരിത്രമാണ്? ഇബ്രാഹിം നബി അലൈഹി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ചരിത്രമാണ് അല്ലേ? അതേപോലെ ഇപ്പോൾ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഹജ്ജ് നടക്കുക? എവിടെ? മക്കത്ത് അല്ലേ? മക്കയിൽ ഹജ്ജ് നടന്നുകൊടുക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട്, ഇപ്പൊ സ്വഫ മർവ അല്ലേ, 2 കുന്നുകൾക്കിടയിലുള്ള ഓട്ടം, അതൊക്കെ ആരെ ഓർത്തുകൊണ്ടാണ്? ഏത് ചരിത്രമാണ് അവിടെയൊക്കെ? ഹാജറ ബീവി അറിയില്ലേ? അങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അതിൽ നിന്ന് ഗുണപാഠം പറഞ്ഞിരുന്നു. നമ്മളൊക്കെ കുട്ടികളൊക്കെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഉപ്പയോടും ഉമ്മയോടൊക്കെ നല്ല അനുസരണയുള്ള മക്കളാവണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, ഓർമ്മല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനോട് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് മകനെ അറുക്കാൻ എന്നാണ് മോനോട് പോയി പറയണത്, ഇസ്മായിൽ നബിയോട് പോയി പറയണത്. അപ്പൊ ഇസ്മായിൽ നബി അത് അംഗീകരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും, നമ്മളോട് നമ്മുടെ ഉപ്പ വന്ന് എന്താ പറയാറുള്ളത്? നിസ്കരിക്കാനും അല്ലെങ്കിൽ ഖുർആൻ ഓതാനും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ? അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അനുസരിച്ചൂടെ? അപ്പോഴാണ് നമ്മൾ നല്ല മക്കളാവുക കേട്ടോ. ശരി, അപ്പൊ അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പള്ളിയിലേക്ക് പോകണം, അതുപോലെ പുതുവസ്ത്രം ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിരുന്നു, ഓർമ്മല്ലേ? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. പ്രാർത്ഥനയൊക്കെ ഓർമ്മല്ലേ? അപ്പൊ ആ നിലക്ക് പുതിയ വസ്ത്രം ധരിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതുപോലെ പള്ളിയിലൊക്കെ പോയി ഈ നിലക്കാണ് ഈദ് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഇനി ബാക്കിയുള്ള സമയമൊക്കെ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് തിരിയാൻ പോവാണ് അല്ലേ? വീട്ടിൽ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ പെരുന്നാളാകുമ്പോ? മാഷാ അല്ലാ, എന്താ വീട്ടിൽ ഉണ്ടാക്കുന്നത്? ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ഫിഷ് ആണോ, ചിക്കൻ ആണോ, ബീഫാണോ? ചിക്കൻ. കുറച്ച് ബീഫും കൂടി ഉണ്ടായിക്കോട്ടെ. മോളെ വീട്ടിലാ ചിക്കൻ ബിരിയാണി. രണ്ടാളും ഒരു വീടല്ലല്ലോ? അല്ല. ശരി, ഇവിടെ
ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി, വെറൈറ്റി. മന്തി ആരാ വീട്ടിലും ഇല്ലേ? മന്തി കബ്സ അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല, ഫുള്ള് ബിരിയാണിയാണോ? മന്തി ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? ഉമ്മച്ചി നല്ല കുക്കാണോ? നല്ല അടിപൊളി ഉണ്ടാവോ? ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഉമ്മ ഉണ്ടാക്കിയാല്? ഉണ്ടാവില്ലേ? ശരി. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെയൊക്കെ വീടിന്റെ സാഹചര്യം അനുസരിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിക്കുന്നു. പിന്നെ പായസം ഉണ്ടാക്കാറുണ്ടോ? പല വീട്ടിലും പല രൂപത്തിലായിരിക്കും. ചില വീട്ടിൽ പായസം ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളും പലതും ഉണ്ടാക്കും. ഏതായാലും ഓരോ വീടിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, അതൊക്കെ പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നു. അതൊക്കെ ഈ പെരുന്നാളിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണം. അതും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാനും നോക്കണ്ടേ. ഓരോരുത്തരും ഇങ്ങനെ കഴിക്കുകയാണോ? അല്ല. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ അന്നൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കണം? എല്ലാരും കൂടി കൂടിയിരുന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാൽ പിന്നെ നല്ല മഴയൊക്കെയാണ്, നല്ലൊരു പുതപ്പൊക്കെ കിട്ടിയാൽ ഉഷാറായിട്ടൊന്ന് കടന്നുറങ്ങായിരുന്നു. അങ്ങനെയാണോ പെരുന്നാൾക്ക്? അല്ല. വീട്ടിലൊക്കെ പോവാ, അടുത്തുള്ള വീട്ടിലൊക്കെ പോകണം. അതെ. പിന്നെ ബലിപെരുന്നാളാകുമ്പോൾ ഉളുഹിയ്യത്തൊക്കെ ഉണ്ടാവും പള്ളിയിൽ അല്ലേ? പള്ളിയിൽ വെച്ചാൽ ആളുകൾ ഒന്നിച്ച് സംഘടിതമായിട്ടൊക്കെ ഉളുഹിയ്യത്ത് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഒറ്റക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും അങ്ങനെ ഉളുഹിയ്യത്തൊക്കെ ഉള്ളിടത്ത് അതൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമാവാൻ ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു? ഇന്നലെ പൂമരത്തണലിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് അതിലൊക്കെ അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യാനൊക്കെ പോകാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുകൊള്ളുക. പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞ പോലെ കുടുംബ വീടുകളിലൊക്കെ പോയിക്കൂടെ? അയൽ വീടുകളിൽ പോകണം, കുടുംബ വീടുകളിൽ പോകണം. നമ്മൾ കുട്ടികളല്ലേ, നമ്മളൊക്കെ അയൽ വീട്ടിലൊക്കെ പോയിട്ട് ഇപ്പം എന്താ ചെയ്യുക? അവിടെ ടോയ്സ് എടുത്ത് കളിക്കും, കൂട്ടുകാരുടെ ഒപ്പം കളിക്കും. കൂട്ടുകാരുടെ ഒപ്പം കളിക്കുക. പിന്നെ അവിടേക്ക് പോകുമ്പോൾ ആ വീട്ടിലൊക്കെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ സംസാരിക്കുക. എന്താ സംസാരിക്കുക? സുഖല്ലേ ചോദിക്കുക. പിന്നെ ചില ആളുകളൊക്കെ അസുഖമായിട്ട് കിടക്കുന്നുണ്ടാവും വീട്ടിൽ, രോഗികളായിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് സലാമൊക്കെ പറയാം. അസ്സലാമു അലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? രോഗമൊക്കെ കുറവുണ്ടോ? അസുഖമൊക്കെ കുറവുണ്ടോ? സുഖല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം എന്താ പറയുക, ഈ രോഗികളായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നവർക്ക് നമ്മളെപ്പോലെ പള്ളിയിൽ പോകാനോ ഓടിച്ചാടി നടക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അവർക്ക് പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴും ആ റൂമിൽ അങ്ങനെ കിടക്കുകയായിരിക്കും. അപ്പോൾ അവിടെ നമ്മളെപ്പോലെയുള്ള കുട്ടികളൊക്കെ ചെന്നിട്ട് വേണം അവരോട് നല്ല കളിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറയാൻ. അപ്പോൾ അപ്പോഴാണ് അവർക്ക് പെരുന്നാളിൻ്റെ ഫീലിംഗ് കിട്ടുക. അപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിന് അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. മനസ്സിലായോ? നമ്മൾ ഒരാളെ സന്തോഷിപ്പിച്ചാൽ, നല്ല സന്തോഷം നൽകി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ലേ? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ പെരുന്നാളിനെ ഉഷാറാക്കണം. പിന്നെ അതേപോലെ തന്നെ എങ്ങോട്ടേലൊക്കെ യാത്രകൾ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉപ്പച്ചിനോടൊക്കെ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഉമ്മാനോടൊക്കെ ചോദിച്ചു നോക്കുക, നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകണോ? സാഹചര്യം നോക്കണം. ചിലപ്പോൾ നല്ല മഴയുള്ള സ്ഥലങ്ങളാവും, അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഉപ്പച്ചി പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പയുടെ കയ്യിൽ ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് പോകേണ്ട, ഇപ്പോൾ പൈസ ഇല്ല, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറയും. അപ്പോൾ ഉപ്പാൻ്റെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് എങ്ങോട്ടേലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുക അല്ലേ? അല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. പെരുന്നാളാകുമ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങണം. കുടുംബ വീടുകളിലും അയൽ വീടുകളിലൊക്കെ എന്തായാലും നമ്മൾ പോകണ്ടേ? അവിടുന്ന് ചിലപ്പോൾ കുറച്ച് പായസം തരും, ചിലപ്പോൾ കുറച്ച് ഭക്ഷണം തരും. എൻ്റെ വയറ് ഫുള്ളാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ നിന്ന് കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അല്ലേ? അല്ലാതെ നമ്മളിങ്ങനെ ഫോണൊക്കെ പിടിച്ച് എപ്പോഴും ഫോണിൽ, പെരുന്നാൾക്ക് നമ്മൾ ഫോണിൽ, അങ്ങനെ പറ്റുമോ? ഇല്ല. പെരുന്നാൾക്ക് നമ്മളെ ഫോണൊക്കെ ഇങ്ങോട്ട് ടിഷ്യൂ വലിച്ചെറിയൊന്നും വേണ്ട. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലൊക്കെ വെച്ച് ഒന്ന് നിയന്ത്രിക്കണം. അല്ലാതെ പെരുന്നാൾക്കും ഫുൾ ടൈം ഫോണിലായി കഴിഞ്ഞാൽ അല്ലെങ്കിലും പറ്റില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ് നല്ലതാണോ? അല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെരുന്നാൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫോണൊക്കെ മാറ്റിച്ച് എല്ലാവരോടും, ഉപ്പാനോടും ഉമ്മാനോടും ഏട്ടനോടും ഏട്ടത്തിയോടും അനിയത്തിയോടും പിന്നെ അയൽപ്പക്കത്തുള്ളവരോട്, എളാപ്പമാർ മൂത്താപ്പമാർ എന്നൊക്കെ പറയില്ലേ, എളാമ മൂത്തമ്മ അമ്മായികൾ, ഇങ്ങനെയുള്ള ആളുകളോട് എല്ലാ കുടുംബക്കാരോടൊക്കെ സംസാരിക്കുക, സലാമൊക്കെ പറയുക അല്ലേ? അതല്ല അതിൻ്റെ സന്തോഷം. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നല്ല കൂട്ടുകാർ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിന് പൈസ കിട്ടാറുണ്ടോ? എത്ര രൂപ കിട്ടും ഏകദേശം? ഒരു 500-600. അടച്ചോനെ, എൻ്റെ കുടുംബക്കാരൊക്കെ പൈസക്കാരാണല്ലോ. എത്ര രൂപ കിട്ടലുണ്ട് സാധാരണ? ഒരു 500. അത്രയൊക്കെ തന്നെ അല്ലേ? 500-1000. അടച്ചോനെ, ഏതായാലും കുടുംബക്കാരൊക്കെ. എപ്പോഴെങ്കിലൊക്കെ. ഓക്കെ ശരി. അപ്പോൾ
മക്കളെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ആ നിലക്ക് പൈസ ഉള്ളവർ അല്ലേ, എല്ലാവരും തന്നോളൂ, നമുക്ക് പൈസ ഉള്ളവർ അങ്ങനെയൊക്കെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പൈസ തന്നേക്കാം, ക്യാഷ് തന്നേക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം കൂടി കിട്ടിയ പൈസ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് മിഠായിണ്ട് വാങ്ങി, എന്നിട്ട് വയറെണ്ണം നിറഞ്ഞു, അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയിട്ട് അടിപൊളി ടോയ്സ് വാങ്ങി, അങ്ങനെയാണോ? ഇല്ല. നമുക്ക് മിഠായി വാങ്ങണമെങ്കിൽ കുറച്ച് മിഠായി വാങ്ങാം, ടോയ്സ് വാങ്ങണമെങ്കിൽ ടോയ്സ് വാങ്ങാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലേ. പക്ഷെ മുഴുവൻ പൈസ അങ്ങനെ കളയരുത്. പ്രത്യേകിച്ച് 500 രൂപ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് കളയരുത്. കുറച്ച് പൈസ ഒക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. സേവിങ് ബോക്സ് ഉണ്ടോ? സേവിങ് ബോക്സ് ഉണ്ടോ? എത്ര റുപ്യ ആയിട്ടുണ്ട് ഇപ്പോൾ? 100 2000 3000 അറിയില്ലല്ലേ, പൊളിച്ചു നോക്കണല്ലേ. ശരി. അപ്പോൾ ഏതായാലും അങ്ങനെ നമുക്ക് സേവിങ്സ് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ കൂട്ടുകാരെ? നമ്മുടെ സേവിങ്സ് ബോക്സിലേക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണം. അതുപോലെ ചില വീട്ടിലൊക്കെ നല്ല കൂട്ടുകാർക്ക് ഈദ് കിസ്വ ബോക്സ് ഒക്കെ ഉണ്ടാവും. ഈദ് കിസ്വ ബോക്സ് അല്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് അടുത്തൊരു പെരുന്നാളാകുമ്പോഴേക്ക് അതിലിങ്ങനെ പൈസ ഇട്ട് അടുത്തൊരു പെരുന്നാളാകുമ്പോഴേക്ക് 1000 രൂപ ഒക്കെ ആയാൽ അത് പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, എന്ത് ഈദ് കിസ്വ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈദ് കിസ്വ ബോക്സ് ഒക്കെ വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് പൈസ ഇടണം, അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ചില കൂട്ടുകാരൊക്കെ ഈ പിന്നെ എല്ലാവരോടും പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പാടില്ല. ഇല്ല. അത് ആരെങ്കിലുമൊക്കെ സന്തോഷത്തിന് തരുന്നതാണ്. അല്ല നമ്മളിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് പൈസ തരി അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാവരും ഒരുപോലെ ആവും. ഇപ്പോൾ നമുക്ക് ഒരുപാട് എളാപ്പന്മാരുണ്ട് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ കുറേ അമ്മമാരുണ്ടാവും വിചാരിച്ചോളൂ. എല്ലാവർക്കും ഒരുപോലെ പൈസ തരാൻ കഴിഞ്ഞോളുന്നുണ്ടോ? ഇല്ല. ഉള്ളവർ സന്തോഷത്തിന് തരികയാണെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആ നിലക്ക് തരുന്നതൊക്കെ വാങ്ങുക, അല്ലാത്തത് എന്ത് ചെയ്യരുത്? അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ നിലക്ക് ബലിപെരുന്നാൾ ഏറ്റവും ഉഷാറായിട്ട് ആഘോഷിക്കണം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തെക്കുബീറുകൾ മറക്കാതെ, അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസങ്ങളിലൊക്കെ തെക്കുബീറുകൾ ഉറക്കെ ചൊല്ലണം അല്ലേ? ഒന്നുകൂടെ ചൊല്ലിയാലോ തെക്കുബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ദിക്ർ അല്ലെങ്കിൽ ഈ തക്ബീർ നമ്മൾ ഉറക്കെ ചൊല്ലുക, അല്ലെങ്കിൽ കൂടുതൽ ചൊല്ലുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പെരുന്നാളിൻ്റെ ഒരു കൃത്യമായ ഉഷാറ് കിട്ടുക. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, പെരുന്നാളാകുമ്പോൾ ഈ നിസ്കാരം ഒഴിവാക്കുക. അപ്പോൾ നമ്മളൊരു യാത്ര പോകണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കൂട്ടുകാരുടെ കുടുംബങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നവരായിരിക്കും. ചില കുടുംബങ്ങളൊക്കെ യാത്ര പോയാൽ പിന്നെ നിസ്കാരമില്ല, ളുഹർ മറക്കും, അസർ മറക്കും. അങ്ങനെ പറ്റുമോ? ഇല്ല. അള്ളാഹു തന്നതല്ലേ നമുക്ക് ഈ ആഘോഷം, അള്ളാഹു അല്ലേ നമുക്ക് ഈ സന്തോഷമൊക്കെ തന്നത്. നമുക്ക് ഇപ്പോൾ ഫലസ്തീനിലെ കുട്ടികളൊക്കെ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ അപേക്ഷിച്ച് നമുക്ക് വളരെ സന്തോഷത്തിലും അല്ലേ നിർഭയമായിട്ടും ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റണില്ലേ? അതൊക്കെ അള്ളാഹുവിൻ്റെ സഹായമാണ് അല്ലേ. അവർക്കും അള്ളാഹു ആ നിലക്ക് സമാധാനമൊക്കെ കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി വേണം. അപ്പോൾ നമുക്ക് അള്ളാഹു ഇതൊക്കെ തന്നിട്ട് ഇത്രയും നല്ല ഭക്ഷണവും വസ്ത്രവും ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ തന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് അള്ളാഹുവിനെ മറക്കാൻ പറ്റുമോ? നിസ്കാരങ്ങളാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ചൊല്ലണം, അല്ല ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ നമ്മെപ്പോലെ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള ഒരുപാട് നാടുകളുണ്ട്. ഫലസ്തീൻ ഒരു ഉദാഹരണം മാത്രമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് അള്ളാഹു വളരെ വേഗത്തിൽ സമാധാനം കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അല്ലാതെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ പാട്ടും ഡാൻസും, എങ്ങനെ നല്ല പാട്ടുകൾ. ഇപ്പം ഇന്നലെ നമ്മളൊരു പാട്ട് പാടിയിരുന്നല്ലേ, ഏതായിരുന്നു പാട്ട്? ഉടനെ ഒന്ന് പാടിക്കാൻ മറന്നു, പാട്ട് മറന്നല്ലേ. ഉടനെ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ഉടനെ കഴുത്തെൻ്റെതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ,
നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ. അപ്പൊ ഈ പാട്ട് ഇന്നലെ നമ്മൾ പാടിയിരുന്നില്ലേ? ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടാം, ഒരു പ്രശ്നവുമില്ല. മ്യൂസിക് ഒന്നും ഇല്ലാത്ത നല്ല പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് ജമീൽ ആപ്പ് എന്നൊക്കെ കിട്ടും അല്ലേ? ആ ജമീൽ ആപ്പ് തുറന്നാല് അതേപോലെ ഈണം യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലൊക്കെ പോയാൽ നല്ല പാട്ടുകൾ, ഇതുപോലെ അർത്ഥവത്തായ നല്ല പാട്ടുകൾ, ഹജ്ജിനെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ ഉണ്ട് അല്ലേ? ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, അങ്ങനെ പാട്ടില്ലേ? എനിക്ക് ശരിക്കും പാടാനൊന്നും അറിയില്ല, നിങ്ങളൊക്കെ പാട്ടുകാരാവും അല്ലേ? പിന്നെ ഏതാ? കഅബാലയം കാണിക്കണേ അല്ലാ. പിന്നെ ഏതാ പാട്ട്? മസ്ജിദുൽ ഹറം കാണാൻ, കേട്ടിട്ടില്ല? അങ്ങനെ പാട്ടുണ്ട്. പിന്നെന്താ? അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ഇതൊക്കെ ജമീൽ ആപ്പിലുണ്ട്. നമ്മൾ ജമീൽ എന്ന ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഫോണിലില്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യണ്ടേ? നമ്മളൊക്കെ ഫോണിൽ ഉണ്ടാവണം. എന്നിട്ട് അതിൽ ഗാനങ്ങളിൽ പോയി നോക്കിയാൽ, പാട്ടുകളിലൊക്കെ പോയി നോക്കിയാൽ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാം, ഒരു പ്രശ്നമില്ല അല്ലേ? അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അതല്ലാത്ത മോശം പാട്ടുകളിലേക്കൊന്നും നമ്മൾ പോകരുത്. മ്യൂസിക്കൊക്കെ ഉള്ള മറ്റു പാട്ടുകളിലേക്കൊന്നും നമ്മൾ പോകരുത്. അതൊക്കെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള പാട്ടുകളിലേക്ക്, ഇങ്ങനെ നല്ല പാട്ടുകൾ കേൾക്കാൻ, നന്നായി പോവുക അല്ലേ? അങ്ങനെയുള്ള നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പീസ് റേഡിയോ, നമ്മളിപ്പോൾ ഈ പൂമരത്തണിലൊക്കെ പീസ് റേഡിയോയിൽ സ്വരം പരിപാടി ഉണ്ട്, അതിലും പാട്ട് കേൾക്കാം. പിന്നെ പീസ് റേഡിയോയിൽ ഇതാ പൂമരത്തണലിലുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരുപാട് പരിപാടികളാണ് വരാൻ പോകുന്നത്. ടെലിഗിസ് ഉണ്ട്, ട്രഷർ ഹണ്ട് ഉണ്ട്. പിന്നെയോ അതേപോലെ നമ്മുടെ ഇത് പിന്നെ സ്റ്റാർ ക്വസ്റ്റ് അല്ലേ? സ്റ്റാർ ക്വസ്റ്റ് കുട്ടികളുടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഈ പീസ് റേഡിയോയിൽ പെരുന്നാൾക്കൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുണ്ട്. അതൊക്കെ കേൾക്കണം നമ്മൾ അല്ലേ? ഒഴിവുള്ള സമയത്തൊക്കെ അതൊക്കെ കേൾക്കുക. യാത്ര പോകുമ്പോഴൊക്കെ പീസ് റേഡിയോ ഓണാക്കി വെച്ചാൽ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു നല്ല പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടാവും, ചില സ്ഥലങ്ങളൊക്കെ മഴയുണ്ട് അല്ലേ? അപ്പോൾ ആ നിലക്ക് മഴ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ ആഘോഷത്തിനൊട്ടും കുറവ് വരരുത്. പറ്റുമോ? പെരുന്നാൾ എപ്പോഴും ഉഷാറാവണം. വീട്ടിലാണെങ്കിലും പുറത്ത് മറ്റുള്ളവരെ കണ്ടിട്ടാണെങ്കിലും ആ നിലക്ക് ഈ ഉദ്ഹിയ്യത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും തക്ബീറുകൾ ചൊല്ലിയിട്ടാണെങ്കിലും ഇതിനൊന്നും മഴ പ്രശ്നമില്ലല്ലോ ഇല്ലേ? അയൽ വീടുകൾ, തൊട്ടടുത്തുള്ള വീടുകളിൽ പോകാൻ, അതുപോലെ കുടുംബ വീടുകളിൽ പോകാൻ, രോഗിയെ സന്ദർശിക്കാൻ, ഇതിനൊന്നും മഴ തടസ്സമല്ല. അപ്പോൾ ആ നിലക്ക് കൃത്യമായി ഈ ഒരു ബലിപെരുന്നാൾ എല്ലാ കൂട്ടുകാരും ഉഷാറായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പൂമരത്തണലിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ എല്ലാവർക്കും ഒരു ബലിപെരുന്നാൾ ആശംസകൾ പറഞ്ഞ എല്ലാവർക്കും പറ, ബലിപെരുന്നാൾ ആശംസകൾ. ഈ ഒരു കുട്ടിക്കൂട്ടത്തിന്റെ വക, പൂമരത്തണലിന്റെ വക പ്രത്യേകമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.